ഈ 10 കൊല്ലത്തിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഈ ഗ്യാപ്പിൽ ഒരുപാട് ട്രോമയിൽ കൂടെ പാസ് ചെയ്തു കേട്ടിട്ടുണ്ട് വേണിച്ചേട്ടൻ. അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എങ്ങനെ തരണം ചെയ്തേ? 10 കൊല്ലം എങ്ങനെ ജീവിച്ചു എന്ന് അറിഞ്ഞൂടാ. സത്യമാണ്. നമുക്ക് ഈ പണമില്ല എന്ന് പറയുന്നൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതില്ല എന്നുള്ള റിയാലിറ്റിയാണ്. ജോലി ചെയ്താലേ പണം വരില്ല, ജോലിയില്ല, പിന്നെ എങ്ങനെ പണം വരും? അപ്പോൾ അതിനിടെ വന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഹോസ്പിറ്റലായി, അച്ഛൻ പ്രായമായി. അച്ഛൻ എൻ്റെ വീട്ടിൽ താമസം ആദ്യമായിട്ട് വീഴുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ വീഴുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ വീഴുമ്പോൾ സൂക്ഷിക്കണമെന്ന്. അന്ന് തൊട്ട് അച്ഛന് ഇതായിരുന്നു. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചാലും ഈ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഇവരൊന്നും എൽക്കാലം എന്നോടൊപ്പം കാണും എന്നുള്ളൊരു ധാരണയിൽ കഴിഞ്ഞ ഒരു മണ്ടനാണ് ഞാൻ. ആ മണ്ടത്തരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോഴെനിക്ക് ഞാൻ വളരെ നന്ദിയോടെ ഞാൻ പറയുകയാണ്, എനിക്ക് സീരിയലിൽ അഭിനയിക്കാൻ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽസിനോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അന്ന് ഇൻകം ഞാൻ അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ സീരിയലുകൾ അഭിനയിച്ച് മാത്രം കിട്ടുന്ന പൈസ കൊണ്ട് ആശുപത്രി കൊടുക്കുക. അപ്പോൾ എനിക്ക് കടം വാങ്ങിക്കാതെ നോക്കാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് സീരിയലിൽ. അപ്പോൾ ഈ കൊച്ച് മിച്ചമുള്ള ആക്ടിങ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കടമുണ്ട്. സിനിമയിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ ചാൻസ് ചോദിച്ചാൽ ആരും ഇന്നും പോയിട്ടില്ല. അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ ചോദിച്ചാൽ തരും, തീർച്ചയായിട്ടും തരും. നമ്മൾ സ്നേഹമുള്ളവരൊക്കെ തീർച്ചയായിട്ടും തരും. പക്ഷേ അവർ പിന്നെ ഓർക്കാറില്ല. ലാലിന് തന്നെ എല്ലാ ദിവസവും വേണമെന്നാകുള്ളൂ എന്ത് ചെയ്യുന്നു എന്നൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങോട്ട് ലാലിനെ അറിയിച്ചാൽ ലാൽ ചിലപ്പോൾ ചെയ്യും. അതൊന്നും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. സീരിയൽ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ പടം വന്നു, അങ്ങനെയൊക്കെ സമയം അങ്ങ് പാസ്. സത്യൻ്റെ പടത്തിലും സത്യം പറഞ്ഞാൽ സത്യൻ്റെ പടം സത്യൻ എന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇപ്പോൾ ഈ സ്വന്തം സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരുപാട് കാത്തിരുന്നത് ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ നിഷാദ് എന്ന് പറയുന്നത് എമിറേറ്റ്സ് എന്നവരുടെ നിഷാദ് ഡയറക്ടർ, പകലിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതൊക്കെ ഒരു നന്മ, ഈ പറഞ്ഞൊരു ട്രാൻസിഷൻ, പരിണാമം. ഇപ്പോൾ ഇതിൻ്റെ കയറ്റവും ഇറച്ചിലൊക്കെ എപ്പോഴും കാണുമല്ലോ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഇതിൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സഫർ ചെയ്തു എന്നൊന്നും ഞാൻ പറയാൻ യോഗ്യതയില്ല. കാരണം തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു ദൈവത്തിനോടും പരാതി പറയാൻ യോഗ്യതയില്ല. കാരണം 170 രൂപ ബേസിക് പേയിൽ നിന്ന് ഒരു ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് ഞാനൊരു സംവിധാനമായിട്ട് വന്നതൊന്നും പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് കുറ്റം പറയാൻ ആരും കുറ്റം പറയല്ല. ആ അവസ്ഥയിൽ നിന്ന് താഴ്ന്നു പോയപ്പോഴത്തേക്കുള്ള പിന്നെ നേരത്തെ ഈ ഹാലോ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിതം അങ്ങ് മുന്നോട്ട്. മറ്റേ ഉണ്ടായിരുന്നെങ്കിൽ താഴ്ന്നു പോയതിനെ മുകളിലേക്ക് ഒരു ഡിങ്ങും താഴെ വീണേ. ഇതൊന്നുമല്ല, നമ്മളന്നും സീറ്റ് ഒഴിക്കും, എല്ലാവരും റോഡിൽ പോകും, കയ്യിൽ കൊടുത്ത് നടക്കും. അതുള്ളതുകൊണ്ട് പറ്റി 10 കൊല്ലം അങ്ങനെ മാനേജ്. പിന്നെ പ്രതീക്ഷ ഇപ്പോഴും ഞാൻ പറയാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മലയാള സിനിമയിലെ മലയാളിത്വവും നന്മയും തിരിച്ചു വരും, തീർച്ചയായിട്ടും വരും. ഇനി നല്ല നല്ല ചിത്രങ്ങൾ വരും, നല്ല നല്ല ആക്ടേഴ്സ് വരും, നല്ല നല്ല മോഹൻലാൽ വരും, നല്ല നല്ല മമ്മൂട്ടി ഒക്കെ വരും. ബാക്കിയുള്ളവരുടെ പേര് പറയാത്തതാണ്, കാരണം കൂടിപ്പോയി ലിസ്റ്റ്, അതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. പക്ഷേ ഇവരെൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുള്ളതാണ്. എനിക്ക് അവരോടുള്ളൊരു അപേക്ഷ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ചാനലിലൂടെ അവർ കേൾക്കുകയാണെങ്കിൽ കേട്ടില്ലെങ്കിൽ നേരിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മലയാള സിനിമയിൽ നിന്നും നല്ല നല്ല കഥകളും നോവലുകളും തിരഞ്ഞെടുത്ത് അതിലെ കഥാപാത്രങ്ങളായി അവർക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് അവരഭിനയിച്ച് മലയാളത്തെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പം മമ്മൂട്ടി മോഹൻലാലും തീരുമാനിച്ചു കഴിക്കും മലയാളത്തിനും അല്ലെങ്കിൽ മലയാളിത്തം തിരിച്ചു കൊണ്ടുവരുന്ന അവരൊരു സംരംഭം തുടങ്ങിയിട്ട് സാറിനെ സമീപിക്കുകയാണെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് ആയിരിക്കും സാറിൻ്റെ മനസ്സിൽ? സബ്ജക്റ്റ് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. അവരുടെ അപ്പോഴത്തെ ശാരീരിക ഘടന ഇതും വെച്ചിട്ട് അവരെ വെച്ച് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കിയിരിക്കും, രണ്ടുപേരെ വെച്ചിട്ട്. എനിക്കിപ്പോൾ പറയാം, ഞാൻ പറഞ്ഞ ചിലപ്പോൾ അടിച്ചു മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദാസേട്ടനും വിജയ് യേശുദാസും ഇപ്പോഴും നല്ല സബ്ജക്റ്റാണ്. യേശുദാസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ സംഗീതം തന്നെയാണ് പറയുന്നത്. അതിലിപ്പോൾ പരിണാമം ഉണ്ടാക്കിയ ഒരു ശക്തി, വളരെ ടെൻഡറായിട്ടുള്ള തൂണുകളുള്ളൊരു ഭയങ്കര കോട്ടയാണ് ദാസേട്ടൻ എന്ന് പറയുന്നത്. ദാസേട്ടൻ്റെ മകൻ വിജയ് യേശുദാസ് എക്സ്ട്രാordinary വലിയ സിംഗറൊന്നുമില്ല, ദാസേട്ടൻ്റെ എക്സ്റ്റൻഷൻ പുള്ളിക്കുണ്ട്. പക്ഷേ ആ 2 തലമുറയിൽ ദാസേട്ടനെ സ്നേഹിക്കുന്നവർ വിജയ് യേശുദാസിന് ആ സ്നേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഇവർ നമ്മൾ വെച്ചിട്ട് നമുക്ക് ഇനിയും കൺസീവ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് പറയുക, കുഞ്ഞുങ്ങൾ വരുന്ന എഴുത്തുകാർ തന്നെ വരുന്നവരെല്ലാം തന്നെ വിജയിച്ച ചിത്രങ്ങളുടെ നല്ല സീനുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുള്ള ചില സംഭവങ്ങളുമായിട്ടാണ് അവർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതൊന്ന് ഷൂട്ട് ചെയ്യണേ എന്നുള്ള ആഗ്രഹത്തിലാണ് വരുന്നത്. അതാണ് പ്രോബ്ലം. റൈറ്റേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ മൊത്തം നോക്കുമ്പോഴത്തേക്കും റൈറ്റേഴ്സ് പോലും അത്രത്തോളം സിൻസിയറാണോ എന്നെനിക്ക് ഞാൻ അത്രത്തോളം വലിയ വായനക്കാരനൊന്നുമില്ല, എങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് റീഡർഷിപ്പ് കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
നമ്മളിങ്ങനെ സംസാരിച്ച് ഇനി ഒരുപാട് വർത്തമാനം പറയണ്ടാവും. കാരണം എനിക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റി വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട്. കാരണം ഇത്രയും ഈ തിരക്കിനിടയിൽ ഇങ്ങനെ നിന്ന് കുറച്ച് സമയം ഈ തിരക്കിൽ അല്പം നേരത്തിൽ വന്ന് സജീവമായിട്ട് ഒരുപാട് എന്താ പറയുക മലയാളത്തിനെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ എനിക്ക് പറഞ്ഞു തന്നിട്ട്. രേഖയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ഭാര്യ സ്വന്തം സുഹൃത്ത് കാണുക, അതുപോലെ ജീവിക്കാനും പറയണം. ഞാൻ കണ്ട ശേഷം പറയാം സാർ. അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് ഇത് ഇനിയൊരു 10 കൊല്ലം ഗ്യാപ്പ് എടുക്കരുത്. ഇതിന് ശേഷം ഞാൻ മുന്നോട്ടൊക്കെ കൃത്യമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യും. ഞാനോ ചെയ്യാം, നമ്മളായിട്ട് കാശൊക്കെ തരുന്നില്ലേ? ശരി, പകരയാവട്ടെ. ഓക്കെ ശരി.